വടക്കാഞ്ചേരി വാഴാനി റോഡിലുള്ള ദേവസൺ നഗറിൽ വെച്ച് ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ അഖിലേന്ത്യാ പ്രദർശനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കും. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിക്കും. കുന്നംകുളം MLA AC മൊയ്തീൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ എന്നിവർ മുഖ്യാതിഥികളാകും. പ്രിയമുള്ളവരെ, ഫെബ്രുവരി 24-ാം തീയതി ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് നടക്കുന്ന അഖിലേന്ത്യാ എക്സിബിഷൻ്റെ പ്രദർശനം ഫെബ്രുവരി 14-ാം തീയതി ശനിയാഴ്ച 5:30-ന് തുടക്കമാവുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മൾ ഇന്നിവിടെ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, അതുപോലെ തന്നെ പൂര കമ്മിറ്റിയുടെ നേതൃത്വങ്ങൾ, സെക്രട്ടറി, പത്രമാധ്യമങ്ങൾ എല്ലാവരും നമുക്ക് ഇത് വളരെ നല്ല രീതിയിൽ നടത്തുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ നമ്മൾ മുന്നേ തന്നെ നടത്തിയിട്ടുണ്ട്. പോരാത്തത് എന്താണെന്ന് നമ്മൾ ആലോചിക്കാൻ വേണ്ടിയും കൂടി തന്നെയാണ് നമ്മൾ ഇവിടെ കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ പൂരം ഏവർക്കും ആകർഷകമായ രീതിയിൽ നമുക്ക് നടത്തണം. അതുപോലെ തന്നെ എക്സിബിഷൻ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഇൻസ്റ്റഗ്രാം വളരെ നല്ല രീതിയിൽ അത് വിഭാവനം ചെയ്തിട്ടുണ്ട്. അത് നല്ല റീച്ചും ഒക്കെ അതിന് കാണുന്നുണ്ട്. കുട്ടികളൊക്കെ വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പുതിയ നൂതനമായ ആശയങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ എന്നുള്ള ഒരു അഭിപ്രായം വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഈ കൊല്ലത്തെ എക്സിബിഷനും അതിനോടനുബന്ധിച്ചുള്ള പൂരവും വളരെ ആർഭാടമായി തന്നെ നമുക്ക് നടത്താമെന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. തീർച്ചയായും നഗരസഭയുടെ എല്ലാവിധ സഹായങ്ങളും സഹകരണവും ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഉദ്ഘാടന സമ്മേളനത്തിൽ വടക്കാഞ്ചേരി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, കൗൺസിലർമാർ, സമീപ പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ഊത്രാളിക്കാവ് പൂരം, എങ്കേക്കാട്, കുമരനെല്ലൂർ, വടക്കാഞ്ചേരി ദേശ കമ്മിറ്റി പ്രതിനിധികൾ, വടക്കാഞ്ചേരിയിലെ വ്യാപാരി പ്രതിനിധികൾ, പത്രമാധ്യമ പ്രതിനിധികൾ എന്നിവർ ആശംസകൾ നേരും. 2006-ലാണ് നമ്മുടെ എക്സിബിഷന് തുടക്കം കുറിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഇത് 21-ാമത്തെ വർഷമാണ് വടക്കാഞ്ചേരിയിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും കൂട്ടായ്മ എന്ന രീതിയിൽ നമ്മൾ ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ചുള്ള ഈ കൂട്ടായ്മ 21 വർഷം പിന്നിടുകയാണ്. ഇക്കൊല്ലം നമ്മുടെ ഈ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കറും മുൻ മന്ത്രിയും ഇപ്പോൾ ആലത്തൂർ MP-യുമായ ശ്രീ കെ രാധാകൃഷ്ണനാണ്. നാളെ വൈകിട്ട് 5:30-ന് ശ്രീ കെ രാധാകൃഷ്ണൻ വടക്കാഞ്ചേരി പൂരം എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യും. ടിക്കറ്റ് നിരക്കിൽ യാതൊരുവിധ വർധനവുമില്ലാതെ 40 രൂപ തന്നെയാണ് പ്രവേശനത്തിനായി ഇത്തവണയും തീരുമാനിച്ചിട്ടുള്ളത്. ഇത്തവണത്തെ പ്രദർശനത്തിന്റെ പ്രത്യേകതയായി വിരൽത്തുമ്പിൽ നിയന്ത്രിക്കുന്ന റോബോട്ടിക് ഡോഗിനെയും മറ്റു മൃഗങ്ങളെയും കാണാം എന്നതാണ്. ഇതിലുപരിയായി പ്രദർശന നഗരിയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ജയന്റ് വീൽ, വെർച്വൽ റിയാലിറ്റി ഗെയിമുകൾ ഉൾപ്പെടുത്തിയ അമ്യൂസ്മെന്റ് പാർക്ക്, ഫോട്ടോഷൂട്ടിനായി ഒട്ടേറെ സ്പോട്ടുകൾ, രുചി വൈവിധ്യങ്ങളുടെ കലവറയായി ഫുഡ് കോർട്ട്, വ്യവസായ വകുപ്പിന് കീഴിലുള്ള പവലിയനുകൾ, വിവിധ വാണിജ്യ സ്റ്റാളുകൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ എക്സിബിഷൻ വളരെയധികം വിജയിച്ചിട്ടുണ്ട്. അത് ഇവിടുത്തെ ജനങ്ങളുടെയൊക്കെ സഹകരണം കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ്. പ്രത്യേകിച്ച് ഇതിന് നല്ല രീതിയിൽ അഡ്വർടൈസ് ചെയ്തത് നിങ്ങൾ പത്രക്കാരാണ്. അപ്പോൾ ഇപ്രാവശ്യം അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാ കൊല്ലവും വ്യത്യസ്തമായി ചെയ്യാൻ ഞങ്ങൾ പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഏരിയ നിങ്ങൾക്കറിയാലോ, ഫ്രണ്ട് ഇപ്രാവശ്യം കുറച്ച് കുറഞ്ഞു. എന്നിരുന്നാലും കൂടി നമ്മൾ കാർ പാർക്കിംഗ് ആണ് നമ്മുടെ അവിടെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം നമ്മൾ ബൈക്കൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിബിഷൻ കുറച്ചൊന്നും ഉള്ളിലേക്ക് വലിച്ചിട്ട് അവിടെ ഫ്രണ്ടിലെ കാറും ബൈക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള നല്ല സൗകര്യങ്ങൾ ഞങ്ങൾ ആദ്യമായിട്ട് അവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ റിലയൻസൊക്കെ വന്നപ്പോൾ അവിടെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ കാർ പാർക്കിങ്ങിനും ബൈക്കിനൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മളവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്കവിടെ ഇതേവരെ നമ്മൾ കാണാത്ത ഒരു ഇതാണ് നമ്മളവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ഫിഷ് അക്വേറിയം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു അക്വേറിയം എന്ന് പറഞ്ഞാൽ ഒരു ചില്ല് ഗ്ലാസിൻ്റെ ഒരു കൂട്, അതിൽ വെറൈറ്റി ഫിഷാണ് നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്നത്. ഇപ്രാവശ്യം അതല്ല. നമ്മളൊന്നും കാണാത്ത ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാറിൻ്റെ ഉള്ളിൽ ഫിഷ് നിറച്ച ഫിഷ് നമ്മൾ ഇതേവരെ കണ്ടിട്ടുണ്ടാവില്ല. അതിന് പ്രത്യേക രീതിയിൽ രൂപകൽപ്പന ചെയ്ത ഒരു അംബാസഡർ കാർ അവിടെ നിർത്തി ആ കാറിൻ്റെ ഉള്ളിൽ വെള്ളം ഫുള്ളായിട്ട് നിറച്ച് അതിൽ ഫുള്ളായിട്ട് ഫിഷ്. അതൊരു വളരെ കൗതുകേറിയ ഒരു കാഴ്ചയാണ്. ഇതേവരെ നമ്മൾ കാണാത്തതാണ്. അത് നമ്മൾ ആദ്യം തന്നെ കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റും.
പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ കുറേ അധികം നമ്മൾ യന്ത്രവൽക്കരണ ആനിമൽസ്, അതിൻ്റേതായ സൗണ്ടുകൾ, ആന ചിഹ്നം വിളിക്കുക, അതുമാതിരി തന്നെ കരടിയാണെങ്കിൽ കരടിയുടെ ഇതിൽ അങ്ങനെ കുറേ അധികം ആനിമൽസിനെ, പ്രത്യേകിച്ച് നമ്മൾ അവിടെ കയറുമ്പോൾ തന്നെ മാവും അവിടെ ഒരു കാടിൻ്റെ പ്രതീതിയായ കയറും. അവിടെ നമ്മൾ അതാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രാദേശിക കലാകാരന്മാർക്ക് സ്കൂൾ, കോളേജ് വിജയികൾ, സന്നദ്ധ സംഘടനകൾ എന്നിവർക്ക് വേദിയിൽ ദിവസേന വൈകിട്ട് 7 മണിക്ക് സൗജന്യമായി കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിനും അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ദിവസേന 8 മണിക്ക് നടക്കുന്ന കലാസന്ധ്യയിൽ സിനിമാ താരങ്ങളും പ്രശസ്ത കലാകാരന്മാരും അണിനിരക്കുന്ന വിവിധ പ്രോഗ്രാമുകളും അരങ്ങേറും. ഹരിശ്രീ യൂസഫും സംഘവും അവതരിപ്പിക്കുന്ന കോമഡി ഷോ, കളിയരങ്ങിന്റെ നാടൻപാട്ട്, തുള്ളൽ സമന്വയം, രേണുസുധി നയിക്കുന്ന സിനിമാറ്റിക് ഡാൻസ്, ജയൻ പിലാക്കാടിന്റെ ഫ്യൂഷൻ, കലാമണ്ഡലം അഭിജോഷിന്റെ ചാക്യാർകൂത്ത്, കേരള കലാമണ്ഡലം ഡാൻസ് ഫെസ്റ്റ്, കുടുംബശ്രീ, വടക്കാഞ്ചേരി ബോയ്സ് ഗേൾസ് സ്കൂൾ, പോപ്പോൾ മെഴ്സി ഹോം ആക്ട്സ്, ഹൃദയഗീതം, സുപ്രീം ബോയ്സ്, നാട്യധാര എന്നിവർ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ എന്നിവ ആസ്വാദകരുടെ മനം കവരും. നേരത്തെ വൈസ് ചെയർമാൻ വളരെ വിശദമായി കാര്യങ്ങളൊക്കെ സംസാരിച്ചു. 2006 ഉത്ഭവം കൊണ്ട ഈ എക്സിബിഷൻ വടക്കാഞ്ചേരിയിലെ ഒരു കൂട്ടായ്മയുടെ കൂടി ഭാഗമാണ്. ആ കൂട്ടായ്മയിൽ വടക്കാഞ്ചേരിയിലെ ദൃശ്യമാധ്യമങ്ങളും ഒരു ഭാഗമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിൻ്റെ സംഘാടകരിൽ ഒരാളായതുകൊണ്ട് പ്രത്യേകിച്ച് സഹായാഭ്യർത്ഥനകളുടെ ഒന്നും ആവശ്യമില്ലെന്നറിയാം. ആ സംഘാടനത്തിൽ വളരെ നല്ല പങ്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഉത്രാളിക്കാവ് പൂരവും എക്സിബിഷനും നാളിതുവരെ ഭംഗിയായി നടത്താൻ സഹായിച്ചത് നിങ്ങളുടെ ഏവരുടെയും പരിപൂർണമായ സഹകരണം കൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ സാങ്കേതികമായ വിശദീകരണം അജിത് മല്ലയ്യ നൽകുന്നതായിരിക്കും. എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. വടക്കാഞ്ചേരി നഗരസഭ അധ്യക്ഷയും എക്സിബിഷൻ കമ്മിറ്റി ചെയർമാനുമായ മിനി അരവിന്ദൻ, നഗരസഭ വൈസ് ചെയർമാനും എക്സിബിഷൻ കമ്മിറ്റി വർക്കിംഗ് ചെയർമാനുമായ PN സുരേന്ദ്രൻ, എക്സിബിഷൻ കമ്മിറ്റി ജനറൽ സെക്രട്ടറി AK സതീഷ് കുമാർ, ജനറൽ കൺവീനർ അജിത് കുമാർ മല്ലയ്യ, ട്രഷറർ ബാബു പൂക്കുന്നത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു.